അല്ല, രാഹുൽ ഗാന്ധിയെ ഏറ്റവും കൂടുതൽ ആക്രമിച്ച അല്ലെങ്കിൽ അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട ഒരാളായിരുന്നു സ്മൃതി ഇറാനി. അത് പാർലമെന്റിനകത്തും പുറത്തും പിന്നെ ഇഞ്ച് ബൈ ഇഞ്ച് രാഹുൽ ഗാന്ധിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനം. അങ്ങനെയായിരുന്നു സ്മൃതി ഇറാനിയെ ഇന്ത്യയിലെ ആളുകൾ രാഷ്ട്രീയമായിട്ട് കണ്ടത്. എവിടെ തരം കിട്ടിയാൽ രാഹുൽ ഗാന്ധിയെ വലിയ തോതിൽ ആക്ഷേപിക്കുന്ന പ്രസ്താവനകളുമായി രംഗത്ത് വരിക. അങ്ങനെയാണ് അവർ തലക്കെട്ടുകൾ പിന്നെ ഭേദിച്ചുകൊണ്ട് വാർത്തകളിൽ നിറഞ്ഞിട്ടുള്ളത്. അതായിരുന്നു സ്മൃതി ഇറാനിയെ കൊണ്ട് BJP ഉദ്ദേശിച്ച പണി. ഇയാൾ പിന്നെ രാഹുൽ ഗാന്ധി എന്താ പറയാ, ഇത്രയേ ഉള്ളൂ, സ്മൃതി ഇറാനിക്കൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് എന്ന തരത്തിലായിരുന്നു അവരതിനെ ഡെവലപ്പ് ചെയ്ത് എടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ സ്മൃതി ഇറാനി വലിയ തോതിൽ ഇന്ത്യയിലാകമാനം പിന്നെ വലിയ ശ്രദ്ധ ഈ സ്മൃതി ഇറാനിയുടെ പ്രസ്താവനകൾക്കും അവരുടെ ഈ പറയുന്ന